കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ ജൈവമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി ജി ബിന്നുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 246 വീടുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ജി ബിന്നുകൾ വിതരണം ചെയ്തത്. ജൈവമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായാണ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ തുടർച്ചയായി 3-ാം വർഷം ജി ബിന്നുകൾ വിതരണം ചെയ്തത്. വീടുകളിൽ നിന്നുമുള്ള ജൈവമാലിന്യങ്ങൾ കമ്പോസ്റ്റുകളാക്കി മാറ്റി ഉപയോഗിക്കുന്നതാണ് പദ്ധതി. പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഗ്രാമസഭകൾ വഴി തിരഞ്ഞെടുക്കപ്പെട്ട 246 വീടുകളിലാണ് ആദ്യഘട്ടത്തിൽ ഇവ എത്തിക്കുക. ഒരു ജി ബിന്നിന് 4300 രൂപ വില വരും. ഇതിന്റെ 90% പഞ്ചായത്ത് വഹിക്കും. 10% ഗുണഭോക്തൃ വിഹിതവും നൽകണം. ഇതോടൊപ്പം പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങൾക്കും ജി ബിന്നുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഗുണമാകുള്ളൂ. ഇല്ലെങ്കിലുള്ള പ്രശ്നം പല വീടുകളിലും കൊടുത്തിട്ട് ഇത് കേൾക്കാതെ, ക്ലാസ് കേൾക്കാതെ, ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പുഴുക്കൾ ഉണ്ടാവുകയും അത് നമുക്ക് പിന്നീട് പ്രശ്നമായി തിരിച്ചുകയും. ഇത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്ത് നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് മറ്റ് സ്മെല്ല് വരികയില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ ഇവർ പറയുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ഇനോക്കുലമൊക്കെ ഇട്ട് കൃത്യമായ രീതിയിൽ ലെയർ ചെയ്ത് ഇത് പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ രീതിയിൽ ചെയ്യാം. മറ്റ് സ്മെല്ലോ മറ്റൊന്നും ഉണ്ടാകുകയില്ല. വളരെ സാങ്കേതികമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും പ്രയോജനപ്പെടുത്തുക. കാഞ്ചാർ പള്ളിക്കവല വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു വാർഡുകളിലേക്കും ജി ബിന്നുകൾ എത്തിക്കും. ചടങ്ങിൽ വെച്ച് ഇതിന്റെ ഉപയോഗവും വിശദീകരിച്ചു. നമുക്ക് അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മാലിന്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീട്ടിൽ വരുന്ന അടുക്കള മാലിന്യങ്ങളായിട്ടുള്ള ചോറ്, പിന്നെ ഈ പച്ചക്കറിയുടെ മാലിന്യങ്ങളെ വേസ്റ്റ്, അല്ല പിന്നെ വരുന്ന നമുക്ക് ഈ മീനിന്റെ വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ്, അങ്ങനത്തെ വേസ്റ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ കഞ്ഞിയുടെ വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം ഊറ്റി അതിന്റെ പറ്റി മാത്രം ആക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചത് തരുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുപ്പിച്ചില്ല, ചിരട്ട, പ്ലാസ്റ്റിക്, പേപ്പർ, തുണി. പേപ്പർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 350 രൂപ വില വരുന്ന ഒരു ഇനാപ്പലും തരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറാണ്. ഇതിൻ്റെ പുളിപ്പ് കഴുകി മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളൊരു മൈക്രോബ്സിനെ ആഡ് ചെയ്താണ് തരുന്നത്. അപ്പോൾ ഈ മൈക്രോബ്സും പേപ്പറിലെ കാർബണും നമ്മൾ ചേർത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പേപ്പർ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇനി ഒരു ബിന്ന് സെറ്റ് ചെയ്ത് എങ്ങനെ മേളിലോട്ട് വരാം. ഇതിപ്പോൾ 3 ലെയറായിട്ടാണ് നമുക്ക് വരുന്നത് ഡിവൈസിൻ്റെ അകത്ത്. അപ്പോൾ ഓരോ ലെയർ വെച്ച് മുകളിലോട്ട് സെറ്റ് ചെയ്ത് വന്നാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. തുടർന്നുള്ള നാളുകളിൽ ഇവ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന പരിശോധനയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കും. ഹരിതകർമ്മസേന അംഗങ്ങൾക്കാണ് ഇതിന്റെ ചുമതല.